നമസ്കാരം, പെറ്റ് ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ എത്തിയിരിക്കുന്നത് തുമ്പൂരുള്ള ജാക്സന്റെ PG ലോഫ്റ്റിലെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ജാക്സൺ ഒരു +2 വിദ്യാർത്ഥിയാണ്. തുടക്കം ആള് നാടൻ പ്രാവിലായിരുന്നു. പിന്നീട് ഓരോരോ വെറൈറ്റി ഫാൻസി പ്രാവുകൾ ചെയ്യുകയും ഇപ്പോൾ ഒട്ടുമിക്ക ഫാൻസി പ്രാവുകളുടെ ബ്രീഡിംഗ് ഉണ്ട്, അതുപോലെ അവിടെ സെയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ജാക്സന്റെ PG ലോഫ്റ്റിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് ജാക്സൺ, സ്ഥലം തുമ്പൂരാണ്. ഞാൻ 3 വർഷമായി ഇപ്പോൾ പ്രാവുകളെ വളർത്തി തുടങ്ങിയിട്ട്. വീട്ടിൽ കുറച്ച് പ്രാവുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നൊക്കെ ആയിട്ട് പരിചയപ്പെടാം അല്ലേ? ഇതിപ്പോൾ പ്രാവ് ഫീൽഡിലേക്ക് എങ്ങനെയാണ് വന്നത്? ആദ്യം കുറച്ച് നാടൻ പ്രാവിനെ വളർത്തി തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെച്ചടി കയറ്റുമ്പോൾ പറയുന്ന പോലെ തന്നെ ചെറുതായി വലിയ ഇനങ്ങളൊക്കെ കയറ്റി തുടങ്ങി. അങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ സെയിലൊക്കെ ചെയ്യണ്ടല്ലേ? സെയിലിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കണ്ട? അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? ചാലക്കുടി ഭാഗത്തുനിന്നുണ്ട്, കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്നുണ്ട്. വണ്ടികളിൽ കൊടുത്തു തിരുവനന്തപുരം വരെ എല്ലായിടത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ പോകുന്നുണ്ട്, കൊടുത്തു വിടുന്നല്ലേ? അപ്പോൾ നമുക്ക് ഓരോ വെറൈറ്റികൾ നമുക്ക് കാണാമല്ലേ? ഇതേതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറഞ്ഞത്? പൗഡറല്ലേ? ഇതിപ്പോൾ ബ്രീഡിങ് സൈസ് ആണോ അല്ലെങ്കിൽ ബ്രീഡിങ് സെറ്റ് ആണല്ലേ? എഗ്ഗൊക്കെ ചെയ്ത് തുടങ്ങിയാ? എഗ്ഗ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കുട്ടികൾ ഇപ്പോൾ നമ്മളെ കൊടുക്കാനുണ്ട്? അപ്പോൾ ഇപ്പോൾ കൊടുക്കാനായിട്ടൊന്നും ആയിട്ടില്ല. അടുത്ത എഗ്ഗിങ്ങിന് വേണ്ടി റെഡി ആയി നിൽക്കണേ. ഇതിപ്പോൾ അതിൽ മെയിലല്ലേ? മെയില് നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് ഫോമിൽ തന്നെ. ഇതിപ്പോൾ എടുത്തപ്പോൾ എത്ര റേറ്റ് ആയി? 6 രൂപ റേറ്റ് ആണ്. ഇതിന്റെ കുട്ടികളൊക്കെ ഇപ്പോൾ എത്ര റേറ്റിനെ കൊടുക്കണം ഇവിടെ? കുട്ടികളൊക്കെ അങ്ങനെ 5 രൂപ 4 രൂപ റേഞ്ച്. ആ റേഞ്ചിലെ ക്വാളിറ്റി അനുസരിച്ച് അതിന്റെ റേറ്റ് പോകും. റേറ്റ് അല്ലേ? ബ്രീഡിങ് സെറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ബൂട്ടൊക്കെ വെട്ടി നിർത്തിയായിരുന്നു. ബ്രീഡിങ് ആയതുകൊണ്ട് ബൂട്ടൊക്കെ ഒന്ന് വെട്ടി കുറച്ചൊക്കെയാണല്ലേ? അടുത്ത കേജിലുള്ളത് ജാക്കോബിനുള്ളത്. ഇതും ബ്രീഡിങ് സെറ്റ് ആണ്. എഗ് ചെയ്തിരിക്കാനുള്ളത്. അത് ഫീമെയില്, മറ്റേത് മെയില്. ഇത് മെയിലല്ലേ? മെയില്. ഇതിനിപ്പോ കുട്ടികൾ ഇപ്പൊ നമ്മളെ കൊടുക്കാനുണ്ടോ? കൊടുക്കാനൊന്നും ആയിട്ടില്ല. അല്ലേ? ബ്രീഡിങ് ചെയ്തോണ്ടിരിക്കുക. എഗ് ചെയ്തിരിക്കുക. ഫസ്റ്റ് എഗ്ഗിങ് ആണോ അത്? രണ്ടാമത്തെ എഗ്ഗിങ് അല്ലേ? കേജുകളൊക്കെ സെറ്റ് ചെയ്ത് തന്നെ കുറച്ച് എക്സ്പെൻസ് കുറച്ചാണല്ലോ നമ്മൾ ചെയ്തത്. അങ്ങനെ എക്സ്പെൻസ് ഇതാക്കി കൂടുതൽ ചെലവ് ഇറക്കണ്ടെന്ന് വിചാരിച്ചുള്ള കേജ് സെറ്റപ്പ് ആണല്ലേ? ഇത് ഫ്രെയിം അടിച്ച് അത് കഴിഞ്ഞിട്ട് നെറ്റ് വാങ്ങി, അത് കഴിഞ്ഞിട്ട് നമ്മ തന്നെ വളച്ച് കട്ട് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ് നമ്മള് നെറ്റ്. അപ്പോൾ നമുക്ക് പ്രാവില് കുറച്ച് എക്സ്പെൻസ് ചെലവ് പറഞ്ഞാൽ കുറച്ച് കുറയ്ക്കാല്ലേ? ചെലവ് കുറഞ്ഞു. ഓക്കെ. അപ്പോൾ കൂടുകളൊക്കെ നമ്മ ജാക്സൺ സ്വന്തമായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിനി അടുത്ത വെറൈറ്റികൾ കാണാല്ലേ? ഇതിൽ പറഞ്ഞത് ഫ്രില്ലാണല്ലേ? ഫ്രില്ല് വിളിച്ചിട്ടുണ്ട്. ഇതിപ്പോ ബ്രീഡിങ് സൈസ് ആണോ അല്ലെങ്കിൽ ബ്രീഡിങ് സെറ്റ്? ബ്രീഡിങ് സെറ്റ് ആണ്. എഗ് ചെയ്യാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ ഏതാണ് ഫ്രില്ലിൽ തന്നെ? കളർ അനുസരിച്ച് ഓരോ വെറൈറ്റി ഉണ്ട് അങ്ങനെ? ഇപ്പോൾ കളറിനനുസരിച്ച് അതിന്റെ റേറ്റും പോണത്. ഇപ്പോൾ ബ്ലാക്ക് ഫീമെയില്, മറ്റേ ബ്രൗൺ മെയിലാണ്. മെയിലിന് ക്യാപ്പ് ഉണ്ടല്ലോ? ക്യാപ്പ് ഉണ്ട്, ഫീമെയിലിന് ക്യാപ്പില്ല. ഇതൊക്കെ ബ്രീഡിങ് സൈസ് ആണല്ലോ? എഗ് ചെയ്യാറാവണല്ലേ? എഗ് ചെയ്യാൻ റെഡി ആയി നിൽക്കുക. റെഡി ആണല്ലേ? അടുത്ത എഗ്ഗിന് വേണ്ടിയിട്ട്. എഗ്ഗിന് വേണ്ടിയില്ല. ഇതിപ്പോ എടുത്തപ്പോ എത്ര റേറ്റ് ആയി? എടുത്തപ്പോൾ 6 രൂപ 7 രൂപ ആ റേഞ്ചില്. ഓക്കെ. ഇപ്പൊ ചിക്കന് തന്നെ ഇപ്പൊ 4 രൂപ 5 രൂപ വരുന്നുണ്ട് മാർക്കറ്റില്. ഓക്കെ. ഇതിപ്പോ കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ അല്ലെങ്കിൽ? ഇത് കൊടുക്കാനല്ലേ, ചിക്സിനെ കൊടുക്കാനുള്ളൂ. ഓക്കെ. ഒരു മിനിറ്റ്. അടുത്ത കേജിലും ഫ്രില്ല് തന്നെയാണല്ലോ വരുന്നത്? ഇതിപ്പോ എഗ് ചെയ്തിരിക്കണോ അല്ലെങ്കിൽ? ഇതും റെഡി ആണല്ലോ. ഇതേതാ മെയിൽ? ഏതായാലും മെയില്
റൈറ്റ് സൈഡിൽ ഫീമെയിൽ ബ്ലാക്ക്. ഫീമെയിൽ ബ്ലാക്ക് അല്ലേ? ഇതിലെ മെയിൽ വരുന്നത് മറ്റേ ബാർ ടൈപ്പ് ആണ്. ബാർ ടൈപ്പ്. നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ഉള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ 2 ഫ്രില്ലും ഏകദേശം എഗ് റെഡി ആയിട്ടേക്കാണല്ലോ. ഇത് നമ്മുടെ മുദീന അല്ലേ? സാൻഡിൽ മുദീന അല്ലേ? ഇതിപ്പോ ചിക്സ് ആണോ അല്ലെങ്കിൽ ബ്രീഡിംഗ് സെറ്റ് ആണല്ലേ? ഇതിനൊക്കെ എഗ് ചെയ്ത കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടോ? ഫസ്റ്റ് എഗ്ഗിങ് ആണല്ലേ? ഓക്കെ ഓക്കെ. ഇതിപ്പോ എത്ര റേറ്റ് വരുന്നത് മാർക്കറ്റിലൊക്കെ? 6 രൂപ റേഞ്ച് ഉണ്ടല്ലേ? ഇത് കളർ അനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ട് ഇതിന്റെ? കളറിന് ബ്ലാക്കിനൊക്കെ റേറ്റ് അടുത്ത് തന്നെ 2 ഫാൻറ്റൈലാണുള്ളത്. ഇതിപ്പോ ബ്രീഡിംഗ് സെറ്റ് ആണോ അല്ലെങ്കിൽ ചിക്സ് ആണോ? ബ്രീഡിംഗ് സെറ്റ്. ഫസ്റ്റ് എഗ്ഗിങ്ങിന് വേണ്ടി റെഡി ആവുക. ഫസ്റ്റ് എഗ്ഗിങ്. ഇത് മെയില് ആൽമണ്ട് ലൈനാണുള്ളത്. ഫീമെയില് ഇന്ത്യൻ ഫാൻറ്റൈലും ഇന്ത്യൻ വൈറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ആൽമണ്ട് ലൈനിൽ ഇപ്പോ ഫാൻറ്റൈലിന് റേറ്റ് വ്യത്യാസം അങ്ങനെ ഉണ്ടോ? റേറ്റ് കൂടുതലാണ് ആൽമണ്ട് ലൈൻ പറഞ്ഞാല്. ഓക്കെ. നല്ല ടെയിലിന് നല്ല ലെങ്ത് ഉണ്ടല്ലേ മെയിലിന്? ഇത് അടുത്ത മുദീന ബാർ ടൈപ്പ്. ഇതിപ്പോ ബ്രീഡിംഗ് സൈസ് ആണോ അല്ലെങ്കിൽ? ബ്രീഡിംഗ് സൈസ് ആണല്ലോ. ഇതിനിപ്പോ കുട്ടികളൊക്കെ കൊടുക്കാറുണ്ടോ നമ്മുടെ? ഇപ്പൊ കൊടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. ഇതൊക്കെ ഇപ്പൊ എത്ര റേറ്റ് എടുത്തപ്പോ? 2 രൂപ 2000. ചിക്സിനാണോ ഇവിടെ എടുക്കാറ്? ചിക്സിന് എടുത്തതല്ലേ? ഓക്കെ ഓക്കെ. ഇതിന് കുട്ടികളൊക്കെ ഇപ്പൊ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോ ഇതിപ്പോ ഫസ്റ്റ് എഗ്ഗിങ് കഴിഞ്ഞാണോ? കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. റെഡി ആയി നിൽക്കുക. അടുത്ത എഗ്ഗിന് റെഡി ആയി. ഇതിപ്പോ ഏതോ ഇതിപ്പോ മുദീന ഇപ്പോ ബ്രീഡിംഗ് സൈസ് തന്നെയാണ്? ബ്രീഡിംഗ് സൈസ് തന്നെ. സാൻഡിൽ ഫീമെയിലും ബാർ മെയിലും അല്ലേ? ഇതിന് കുട്ടികളൊക്കെ കൂടെ ഇറങ്ങിയിട്ടുണ്ടോ? കുട്ടികൾ ഇറങ്ങിയിട്ടില്ല. ഏത് കളറാണ് ഇന്ന് നമുക്ക് കിട്ടണത്? ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഇറങ്ങിയത് ബ്ലാക്ക് വന്നാണ്. ബ്ലാക്ക് കളറാണല്ലേ? ഓക്കെ ഓക്കെ. ഇതിന്റെ കുട്ടികളൊക്കെ ഇപ്പൊ കൊടുക്കാനുണ്ടല്ലോ നമ്മുടെ? കൊടുക്കാനുണ്ട്. ഇതിപ്പോ നമ്മൾ നേരത്തെ കണ്ട മുദീനയുടെ ചിക്സ് അല്ലേ ഇറങ്ങിയിട്ട്? ഇതിപ്പോ ഏതാണ്? ഇത് ഡബിൾ ക്രസ്റ്റ് അല്ലേ? ബ്രീഡിംഗ് ഫീമെയിൽ ആണല്ലേ? ഇതിപ്പോ കൊടുക്കാനുള്ളതാണോ അല്ലെങ്കിൽ? കൊടുക്കാൻ വേണ്ടിട്ട് കൊടുക്കാനുള്ളതാണല്ലേ? ഇതൊക്കെ ഇപ്പൊ എത്ര എടുത്തപ്പോ? ഇതിനിപ്പോ എടുത്തത് 2500. 2500 സിംഗിൾ പീസ്. ഡബിൾ ക്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത നമ്മുടെ തലയുടെ ചുഴി പോലെ കണ്ണ് കാണാത്ത രീതിയിൽ ഇത്. പിന്നെ ക്യാപ്പ് പോലെ നല്ലോണം ഇറങ്ങൂലേ? അടുത്ത ബ്രീഡിംഗ് സെറ്റ് ബർപ്പൻ. റെഡ് മെയിലും ഫീമെയില് സാൻഡിൽ. ഇതിപ്പോ കുട്ടികളൊക്കെ ഇറങ്ങിയാണോ? കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ ഏത് കളറാണ് നമുക്ക് ഇന്ന് കുട്ടികളെ കിട്ടണേ?
വൈറ്റും സാൻഡിലും ആയത്. ആ വൈറ്റ് ഒക്കെ കിട്ടുമല്ലോ. രണ്ടും കൂടി മിക്സ് ആയ കളർ തന്നെ. ഇതിനിപ്പോൾ കുട്ടികളിപ്പോൾ നമ്മുടെ കൊടുക്കാനുണ്ട് ഇപ്പോൾ കൊടുക്കാനുണ്ടല്ലേ. ഇതാ പറഞ്ഞ ഇംഗ്ലീഷ് കാരിയർ. ഇത് എഗ് ചെയ്തിരിക്കാണല്ലോ. എഗ് ചെയ്തിരിക്കുക. ഇത് ഫസ്റ്റ് എഗിങ് ആണോ ഇവരുടെ? നാലാമത്തെ അല്ലേ. ഇതിൽ മെയില് മുട്ടയിലിരിക്കുന്നത്, എഗ്ഗിലിരിക്കുന്നത്, ഫീമെയിൽ പുറത്തിരിക്കുന്നത്. ഇതിനിപ്പോൾ കുട്ടികളിപ്പോൾ നമ്മുടെ കൊടുക്കാനുണ്ടോ? കൊടുക്കാനൊക്കെ ഉണ്ടല്ലേ. നന്നായിട്ട് കുട്ടികളൊക്കെ ഇവരെന്നെ നോക്കിക്കോളും. നന്നായിട്ട് കുട്ടികളൊക്കെ നോക്കുന്ന ടൈപ്പുള്ള. ഇതിപ്പോൾ എത്ര റേറ്റ് എടുത്തപ്പോൾ 5 രൂപ. 5 രൂപ റേറ്റ്. 5 രൂപ. അത് ഒരു ക്വാളിറ്റി അനുസരിച്ചിരിക്കും. നമ്മളിത് ചിക്കൻ എടുത്തത്. ഓക്കെ ഓക്കെ. ഇതൊക്കെ ഇപ്പോൾ കൊടുക്കാനുണ്ടല്ലോ നമ്മുടെ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ചിക്സ് അല്ലേ. അതിലിപ്പോൾ പറഞ്ഞ കളറ് വൈറ്റും ബ്ലാക്കും ആൽമണ്ട് പോലെ കളർ കയറിയിട്ടുണ്ടല്ലേ. ഒരെണ്ണം പ്യൂർ ബ്ലാക്ക് എന്നുള്ള. ഇതിപ്പോൾ കൊടുക്കാനുള്ളതാണല്ലോ. കൊടുക്കാനുള്ള ഇത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡായ മൂക്കിയാണല്ലേ. ഇതിലിപ്പോൾ ഒരെണ്ണം സിൽവർ അല്ലേ. സിൽവർ മെയിലും ബ്ലാക്ക് ഫീമെയിലും. കുട്ടികളായിട്ട് ഇരിക്കണല്ലേ. കുട്ടികളായിട്ടിരിക്കുക. കുട്ടികൾ ഇറങ്ങുന്നത് മൊത്തം ബ്ലാക്ക് ആണ് ഇറങ്ങണേ. കിട്ടുന്നതൊക്കെ ബ്ലാക്ക് ആണല്ലേ. നല്ല മാർക്കിംഗ് ആയിട്ടുള്ളത് ഇറങ്ങണല്ലേ. ഓക്കെ ഓക്കെ. ഇതിപ്പോ കുട്ടികളൊക്കെ ഇപ്പൊ കൊടുക്കാനുണ്ട് നമ്മുടെ കൊടുക്കാനുണ്ടല്ലോ ബ്ലാക്ക് അല്ലേ. ഓക്കെ ഓക്കെ. അടുത്തതിൽ പറഞ്ഞത് ഇതിലും ചിക്സൻ ആയിട്ട് ബ്ലാക്കും വൈറ്റ് തന്നെ. ബ്ലാക്ക് വൈറ്റ് അല്ലേ. ഇതിലിപ്പോ കുട്ടികൾ ഇറങ്ങി ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടോ? ഏത് കളറൊക്കെ കിട്ടണ? അത് ബ്ലാക്ക് വൈറ്റ് ഫെദർ പോലെ. വൈറ്റ് ഇത് ബ്ലാക്ക് ഏതാ മെയിലാണോ? ബ്ലാക്ക് മെയിലിനെ പോലെ തന്നെയുള്ള കിട്ടണത്. ഓക്കെ ഓക്കെ. ഇതിനിപ്പോൾ കുട്ടികളിപ്പോൾ നമ്മുടെ കൊടുക്കാനുണ്ടോ? കൊടുക്കാനില്ല. വൈറ്റ് ഫെദർ കയറുവാൻ കുറച്ച് റേറ്റ് കൂടുതലുണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ പറഞ്ഞ മാർക്കൗട്ട് ചെറിയൊരു മാർക്കൗട്ട് ഉണ്ടല്ലോ അതിന്. ചെറിയ മാർക്കൗട്ട് ഉണ്ട്. പക്ഷെ കുട്ടികളുണ്ടാവണേ നല്ല പക്ക മാർക്കിംഗ് ആയിട്ട് ഇറങ്ങണം. ഇതിപ്പോ തുടക്കമെടുത്ത വേണം മൂക്കിയില്. തുടക്കത്തിലെടുത്തതാണല്ലേ. ഇതിന് കുട്ടികളിപ്പോ കൊടുക്കാനുണ്ടോ? അപ്പൊ നമ്മള് ഒരു സിംഗിൾ ചിക്ക് ഇറങ്ങിയ ഒരു ചിക്ക് ഇറങ്ങി വിരിഞ്ഞിരിക്കണ്ടല്ലേ. ഇതിലേതാ മെയിലും ഫീമെയിലും? മെയില് പുറത്തിരിക്കുന്നത്. ഇത് മെയില്. ഫീമെയില്. ഓക്കെ ഓക്കെ. ഇതിപ്പോ അതിൽ നിന്ന് കിട്ടിയ കുട്ടികളല്ലേ. ഇതിപ്പോ ബാർ ടൈപ്പ് അല്ലേ? ഇതിപ്പോ നല്ല മാർക്കിംഗ് ഉള്ള കുട്ടി തന്നെയാണല്ലോ നമുക്ക് അതിന് കിട്ടിയാണ്. ഇതിപ്പോ കൊടുക്കാനുള്ളതാണോ? കൊടുക്കാനുള്ളതാണല്ലേ. ഇതിപ്പോ ഡബിൾ ക്രിസ്റ്റ് അല്ലേ. ഇതിപ്പോ ബ്രീഡിംഗ് സൈസ് ആണോ? ബ്രീഡിംഗ് സെറ്റ് ആണല്ലേ. ഇതിലിപ്പോ ബ്ലാക്ക് അല്ലേ. ഫീമെയിൽ. ഓക്കെ. ഇനി അടുത്ത് കാണാനുള്ള നമ്മുടെ ഹിപ്പീസ. ഫസ്റ്റ് എഗിങ് ആണോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടല്ലേ? ഇതിപ്പോ ഹിപ്പിയുടെ കുട്ടികളിപ്പോ കൊടുക്കാനുണ്ടോ നമ്മുടെ? കൊടുക്കാനില്ലല്ലോ. ഓക്കെ ഓക്കെ. നന്നായിട്ട് കുട്ടികളൊക്കെ നോക്കണ ഇതാണല്ലേ. ഇവര് തന്നെ നോക്കിക്കോളൂ. എല്ലാതും നന്നായി നോക്കും. നല്ല ഹെയർ ഒക്കെ ഉണ്ടല്ലോ അതിന്. ഇതിപ്പോ അടുത്തതും ഹിപ്പി തന്നെ വൈറ്റ് കളർ തന്നെയാണല്ലേ. വൈറ്റ് തന്നെ. ഇതിപ്പോ
ബ്രീഡിംഗ് സൈസ് ആണോ അല്ലെങ്കിൽ ബ്രീഡിങ് തന്നെ. ബ്രീഡിംഗ് തന്നെയാണല്ലേ? ആ എഗ് റെഡി ആയിട്ട് ആ റെഡി ആയി നിൽക്കണം. ഇവരുടെ മുട്ട മാറ്റി വെക്കേണ്ട വന്നിട്ടില്ലേ നമുക്ക്. ഇവരെന്നെ നന്നായിട്ട് നോക്കും. ഇവരെന്നെ നന്നായി നോക്കിക്കോളും. ഹിപ്പി ഇതിപ്പോ ഇത് മെയിലാണോ? മെയില്. നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ? ഇതിപ്പോ എത്ര എടുത്തപ്പോ റേറ്റ്? എടുത്തപ്പോ 2500. 2500. ചിക്സ് ആണോ? ചിക്സ് അല്ലേ? ഇറങ്ങിയ ടൈമിൽ തന്നെ എടുത്തിട്ടുണ്ടായി. ഓക്കെ ഓക്കെ. ഇപ്പൊ ഡിമാൻഡ് ഉണ്ട് ഹിപ്പിക്ക്. മുയ്യയുടെ പോലെ തന്നെ ഡിമാൻഡായി കയറി നിൽക്കണം. ഡിമാൻഡ് കയറിയുണ്ട്. അടുത്ത പറഞ്ഞത് ഒരു ഫീമെയിലും സാറ്റി മെയിലും അല്ലേ? ഇതിപ്പോ എഗ് ഫോസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. എഗ് മാറ്റി വയ്ക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ്. നന്നായിട്ട് കുട്ടികളൊക്കെ നോക്കിയോളൂ. കുട്ടികളെ നോക്കുവര്. അടുത്ത പറഞ്ഞത് സിറാസ് അല്ലേ? ബ്രീഡിംഗ് സൈസ് ആണോ? ബ്രീഡിംഗ് സെറ്റ്. ഇതിനിപ്പോ എഗ് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തോണ്ടിരിക്കുന്നത്? ഇതിപ്പോ കുട്ടികളൊക്കെ കൊടുക്കാനുണ്ട്? ഇപ്പൊ നമ്മുടെ കൊടുക്കാനില്ലല്ലേ? അടുത്ത പറഞ്ഞാൽ ഓസ്ട്രേലിയനാണല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ഇതിപ്പോ മെയില് ബ്ലാക്ക്, ഫീമെയിൽ വൈറ്റ്. അല്ലേ? എഗ് ഫസ്റ്റ് എഗ് ആണോ അല്ലെങ്കിൽ ഫസ്റ്റ് എഗ് അല്ല? കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടില്ലേ? കുട്ടികളാർക്കുണ്ട്. ഏത് കളർ കിട്ടാറ് കോമ്പിനേഷൻ? വൈറ്റും റെഡും. വൈറ്റും റെഡും അല്ലേ? ഇതിപ്പോ നമ്മ ഓസ്ട്രേലിയന്റെ കുട്ടികളാണല്ലേ? ഒരെണ്ണം റെഡും വൈറ്റും ബ്ലാക്കും കയറി. ഇതിപ്പോ കൊടുക്കാനുള്ളതാണോ അല്ലെങ്കിൽ കൊടുക്കാനുള്ളതാണല്ലേ? ഓക്കെ. അടുത്ത് പറഞ്ഞത് ഫാൻഡെയിലാണോ? ഇതിപ്പോ വൈറ്റ് ഫീമെയിലും റെഡ് മെയിലും. അല്ലേ? ഇതിപ്പോ ഫസ്റ്റ് എഗിങ് ആണല്ലേ? ഓക്കെ ഓക്കെ. ഇതിപ്പോ വാല് കട്ട് ചെയ്തിട്ടുള്ളത് ബ്രീഡിംഗ് സെറ്റ്. ബ്രീഡിംഗ് ആയതുകൊണ്ട്. ഓക്കെ. ഞാൻ അടുത്ത് നമ്മള് ഫാൻഡെയിൽ വൈറ്റും അല്ലേ? ഓക്കെ. ഇതൊക്കെ ബ്രീഡിംഗ് സൈസ് ആണ്? ഇത് കുട്ടികളൊക്കെ അറിയണ്ടോ? അറിയണ്ടല്ലേ? കൊടുക്കാൻ നമ്മള് ഫാൻഡെയിൽ കൊടുക്കാനുണ്ടല്ലേ? പാത്രത്തിൽ മെയില് ഫീമെയില്. ഇതിലൊക്കെ നന്നായിട്ട് കുട്ടികളൊക്കെ നോക്കിക്കോളേ. ഇതിപ്പോ ഫാൻഡെയിൽ മെയിലാണല്ലേ? ഇതിപ്പോ കൊടുക്കാനുള്ളതാണോ? കൊടുക്കാനായിട്ടാണല്ലേ? ആ ഓക്കെ. ഇനിയിപ്പോ കുറച്ച് പുതിയ മുഗീസിന് എടുത്തിട്ടുണ്ടല്ലോ ഇപ്പൊ. ഇതിപ്പോ ഏതാ കളർ? സാൻഡിലും റെഡും അല്ലേ? ഇതിപ്പോ എടുത്തപ്പോ എത്ര റേറ്റ് ആയി? 5 രൂപ റേറ്റ്. ചിക്സിലെ? ഓക്കെ. ഇതിപ്പോ എത്ര എടുത്തിട്ട്? ഒരാഴ്ച ആയിട്ടുള്ളൂ. ഓരോ വൈറ്റ് ഫെദർ ആണല്ലേ? വൈറ്റ് ഫെദർ. ഇതിപ്പോ നമ്മൾ എടുത്താണോ അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിയ മുഖ്യമാണോ? എടുത്താണല്ലേ? ഇത് ആൽമണ്ട് ലൈനാണല്ലേ? ഇതിപ്പോ എത്ര റേറ്റ്? ഓക്കെ. ഇതിപ്പോ എത്ര എടുത്തപ്പോ? 5 രൂപ. ചിക്സ് ആയിട്ട് എടുത്തപ്പോ. ഇതിലിപ്പോ ഏതൊക്കെ പറഞ്ഞേ? ഇതിലും ഫ്രണ്ടിൽ 2 മുഗിയല്ലേ? കോഫി കളറ്. അത് എഗ് ചെയ്യാൻ റെഡി ആയി നിൽക്കുന്നതാണ്. ഇതിപ്പോ കൊടുക്കാനുള്ളതാണോ? കൊടുക്കാനുള്ളതാണ്. പിന്നെ ഫാൻഡെയിലാണ് ബാക്കിൽ 2 ഫാൻഡെയിൽ വൈറ്റ് ഫാൻഡെയിൽ വരുന്നുണ്ട്. അത് ബ്രീഡിംഗ് സൈസ് ആണല്ലേ? കൊടുക്കാനുള്ളതാണല്ലേ? പിന്നെ ഒരു ആൽമണ്ടും പിന്നെ ഒരു ബ്ലാക്കും. അത് മുദീനയാണ്. അത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പ്രാവുകൾക്ക് ആവശ്യമുള്ളവർ നമ്മുടെ ജാക്സനെ വിളിക്കാവുന്ന നമ്പർ
വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ബേഡ്സൊക്കെ ഇവിടെ നന്നായിട്ട് കൊടുക്കാനുണ്ട്. ആൽമണ്ട് ലൈൻ മുതിനൊക്കെ കൊടുക്കാനുണ്ടല്ലോ അപ്പോൾ ഇവിടെ. ഓക്കെ, അത് ബ്രീഡിങ് സൈസാണോ? ഇത് ബ്രീഡിംഗ് അല്ല, ചിക്സ് ആണല്ലേ. ഓക്കെ, ഒരു ആൽമണ്ടും ഒരു ഫുൾ ബ്ലാക്കും അല്ലേ? ബ്ലാക്കും. ഓക്കെ ഓക്കെ. ഇതിലിപ്പോൾ അടുത്തായിട്ട് ഫോസ്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാനുള്ളത് അതിലൊരു മുഖിയും ബ്ലാക്ക് പിന്നെ ഒരു നാടനുള്ള. ഇതൊക്കെ നന്നായിട്ട് കുട്ടികളെ നോക്കൂല? നോക്കൂല. ഇതിപ്പോൾ കൊടുക്കാനുള്ളതല്ലോ? കൊടുക്കാനുള്ളതല്ല അല്ലേ. ഓക്കെ. ഇതിപ്പോൾ അടുത്തൊരു കോളനി സിസ്റ്റം പോലെ സെറ്റ് ചെയ്തേക്കാണുള്ളത്. ഇതിലിപ്പോൾ കൊടുക്കാനുള്ളതാണോ ഇതൊക്കെ? ഇത് കൊടുക്കാനുള്ളത് തന്നെയാണ്. കൊടുക്കുക. ഓസ്ട്രേലിയൻ റെഡ് ഉണ്ടല്ലോ ഒരു. ഓസ്ട്രേലിയൻ റെഡ്, ഇംഗ്ലീഷ് കാരിയർ, ഫാൻഡെയില്, ഓസ്ട്രേലിയൻ ബ്ലാക്ക്, ഫ്രില്ലുണ്ടല്ലോ. ഫ്രില്ലുണ്ട്. പിന്നെ സുഭാഷ് ജോഡിയാണോ അല്ലെങ്കിൽ സിംഗിൾ പീസ്? അത് മെയിലാണോ? കൊടുത്തു. ഇതിപ്പോ മെയിലാണോ ഫീമെയിലോ? കൺഫേം ആണ്, ഫീമെയിൽ ആണ്. ഓക്കെ. പിന്നെ കൊടുക്കാനുള്ളത് പിന്നെ പറഞ്ഞത് മുഖി റെഡ് ഉണ്ടല്ലേ. അത് കൺഫേം ആയതാണോ? മെയിലോ ഫീമെയില്? കൺഫേം ആയില്ല. ചിക്കനാണ്. പിന്നെ പറയുന്നത് ഓസ്ട്രേലിയൻ റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ടല്ലേ. അത് കൺഫേം ആയതാണോ അല്ലെങ്കിൽ? കൺഫേം ആയതാണോ? ഓക്കെ. ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. സിറാസ് പറഞ്ഞ കൊടുക്കാം. ബാർ ടൈപ്പ് അല്ലേ? ഒരു പേരാണുള്ളത്. ഓക്കെ. ബ്രീഡിംഗ് സീസൺ അല്ലെങ്കിൽ ചിക്സണോ? ബ്രീഡിംഗ് ആയിട്ടല്ലേ? ഒന്ന് സിൽവറും ഒന്ന് പിന്നെ ബാർ ടൈപ്പും സിറാസ് ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഫസ്റ്റത്തെ ചിക്കൻ ഇവിടെ ഇറങ്ങിയത്. അതിപ്പോ ഒരെണ്ണോ അല്ലെങ്കിൽ പേരുണ്ടോ? സിംഗിൾ ചിക്കൻ. ഓക്കെ. അത് കൺഫേം ആയതാണോ? മെയിലാണല്ലേ? ഇംഗ്ലീഷ് കയറ്. ഓക്കെ. അപ്പോൾ ഒരുപാട് ബേഡ്സൊക്കെ ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ ജാക്സനെ വിളിക്കുക. ഇവിടെ നമ്മൾ ഫുഡ് ഇപ്പോൾ ഏതാ കൊടുക്കാറ്? മണിച്ചോളം, കമ്പം, ഗോതമ്പ്, പിന്നെ ചോളനുറുക്ക്, മഞ്ഞപ്പൊടി, കടുക് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മൾ തന്നെ സെപ്പറേറ്റ് വാങ്ങും, എന്നിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സ് ഫുഡാണ് കൊടുക്കാനുള്ളത്. പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രാവുകൾക്ക് അസുഖങ്ങൾ അങ്ങനെ അസുഖങ്ങൾ അങ്ങനെ വന്നിട്ടില്ല. ഓരോ അസുഖം വരുമ്പോൾ അതിനനുസരിച്ച് മരുന്ന് കൊടുക്കല്ലേ. ഓക്കെ. ഇപ്പൊ തുടക്കം ഏത് പ്രാവിലേക്ക് ആയിരുന്നു? തുടക്കം നാടനെയും തുടങ്ങി. അത് കഴിഞ്ഞപ്പോ ചെറുതായിട്ട് ബർപ്പനയ്ക്ക് വന്നു. അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ പൈസ ആവണനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് വാങ്ങി കൂട്ടി, ഓരോരോ ഫാൻസി കയറ്റി. ഓക്കെ ഓക്കെ. അപ്പൊ അത്യാവശ്യം ബേഡ്സ് കൂടെ കൊടുക്കാനുണ്ടല്ലോ നമ്മുടെ. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ജാക്സൻ്റെ ഇപ്പോൾ പ്രാവ് കൂടാണ്ട് ഇപ്പോൾ ഗപ്പീസും തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇതിപ്പോൾ എത്ര വെറൈറ്റി ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഗപ്പീസ്? 2 വെറൈറ്റി മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. അതിലിപ്പോൾ നന്നായിട്ട് ബ്രീഡിങ് ചെയ്യണ്ടല്ലേ? ബ്രീഡിങ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഏതൊക്കെ വെറൈറ്റി ചെയ്യണം ഇപ്പോൾ? ജെറ്റ് ബ്ലാക്കും ജർമ്മൻ റെഡും. അപ്പോൾ അത്യാവശ്യം കൊടുക്കാനുണ്ട് ഇപ്പോൾ നമ്മുടെ? കൊടുക്കാനുണ്ടല്ലേ? ഓക്കെ. നമുക്ക് അപ്പോൾ അതിനെ കാണല്ലേ? ഇതിപ്പോൾ ജർമ്മൻ റെഡ് അല്ലേ? ജർമ്മൻ റെഡ് അത്യാവശ്യം നല്ല ബ്രൂഡ് സ്റ്റോക്ക് ഉണ്ടല്ലോ. ഇതിപ്പോൾ ഇവിടെ തന്നെ എങ്ങനെയാണ് സ്റ്റാർട്ടിങ്? എത്ര തന്നെ എടുത്ത് തുടങ്ങിയാണോ അല്ലെങ്കിൽ? 4 ഫീമെയിലും 2 മെയിലും വാങ്ങി അതിൽ നിന്ന് ഇങ്ങനെ കൂടി ബ്രീഡിങ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ക്ലച്ച് ചെയ്ത് ഇവിടെ തന്നെ ഇറക്കി. ബ്രൂഡ് സ്റ്റോക്ക് തന്നെ ആക്കിയില്ല? പിന്നെ ഇവിടെ കിടന്ന് ബ്രീഡിങ് കേജ് ഉണ്ടാക്കി അതിലെല്ലാത്തിനും ഇട്ടു. പിന്നെ കുട്ടികളാവണത് പുറത്തേക്ക് പോയിക്കോളും. ഓക്കെ ഓക്കെ. നന്നായിട്ട് കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ? നന്നായി കിട്ടുന്നുണ്ട്. ഇതിലിപ്പോൾ വെള്ളം മാറ്റലൊക്കെ എങ്ങനെയാണ്? അത് ആഴ്ചയിൽ ട്യൂബേജ് വലിച്ചു കളയും, കുറച്ച് പുറത്തേക്ക് കളയും. മൊത്തം വേസ്റ്റ് വലിച്ചു കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യും. മൊത്തം ഒരുമിച്ച് കളയില്ല. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ നല്ലോണം കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ? ഇതൊക്കെ ഇവിടെ നമ്മൾ ഹോൾസെയിലായിട്ട് ഇപ്പോൾ കൊടുക്കാനുണ്ട്? ഇപ്പോൾ ഹോൾസെയിലായിട്ടുണ്ട് കൊടുക്കണ്ടല്ലേ? ജർമ്മൻ റെഡ് ഉണ്ട്, ജെറ്റ് ബ്ലാക്ക് ഉണ്ടല്ലോ. ജെറ്റ് ബ്ലാക്കും ഇപ്പോൾ ഹോൾസെയിലായിട്ട് കൊടുക്കാനുണ്ടല്ലേ? കേജിലിട്ട് ബ്രീഡിങ് ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. ആകെ 2 വെറൈറ്റി ചെയ്യുന്നുണ്ടെങ്കിലും നന്നായിട്ട് ബൾക്കായിട്ട് ചെയ്യുന്നുണ്ട്. ബ്രീഡിങ് കേജിനെ വെച്ചാണ് ചെയ്യണത്. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണ്ടല്ലേ? ഓക്കെ. ഇതിലിപ്പോൾ കുട്ടികളൊക്കെ തിരിച്ചിട്ടാണോ? കുട്ടികളെ തിരിച്ചിട്ടുണ്ട്. ഫീമെയിൽ മെയിനില്ല, എല്ലാം മിക്സഡ് ഒരുമിച്ചിട്ടേക്കാം. ജർമ്മൻ റെഡിനെ എല്ലാ കുട്ടികളും ഇതിലിട്ടേക്കാം. ഒരു വലിപ്പം ഫീമെയിലും മെയിലും തരംതിരിച്ച് മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ 2 വെറൈറ്റികൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ബ്രീഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോൾസെയിലായിട്ട് കൊടുക്കാനുണ്ട്. ജെറ്റ് ബ്ലാക്കും ജർമ്മൻ റെഡും. ജെറ്റ് ബ്ലാക്ക് ഫീമെയിൽ മാത്രം. തരം തിരിച്ചിട്ടേക്ക് അങ്ങോട്ട് വിടും. മെയിലും ഫീമെയിലൊക്കെ തിരിച്ചിട്ട് വളർത്തണല്ലേ? അപ്പോൾ നല്ല ക്വാളിറ്റി കിട്ടുള്ളൂ. ജെറ്റ് ബ്ലാക്കിൻ്റെ മെയിൽസ് അല്ലേ? ഓക്കെ ഓക്കെ, നല്ല അടിപൊളി ക്വാളിറ്റി. ഫുഡൊക്കെ കൊടുക്കണം ഇവിടെ? ഇപ്പോൾ ഫുഡ് ഇപ്പോൾ ഏതൊക്കെ കൊടുക്കണം? ചെമ്മീൻ പൊടിയും പ്രിൻസ് വെയിൻ അല്ലേ? അത് കളർ വരാനും വാലിനൊക്കെ വരും. ഓക്കെ ഓക്കെ, നല്ല മെയിലൊക്കെ രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊറിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജാക്സൻ്റെ പ്രാവുകളും ഗപ്പികളും ഒക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഫാമോ അല്ലെങ്കിൽ പെറ്റ് ഷോപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ അഗ്രികൾച്ചറൽ നഴ്സറികളൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ ബ്രീഡറുടെ വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടാം.